പലരും സോഷ്യൽ മീഡിയയിലൂടെ ഫോൺ നമ്പർ അറിയാവുന്നവർ ഫോണിലൂടെ വാട്സാപ്പിലൂടെയൊക്കെ എന്നോട് ആവശ്യപ്പെടാറുണ്ട്, ഇന്ന കാര്യങ്ങൾ സാറ് കേസ് കൊടുക്കണം, ചേട്ടൻ കേസ് കൊടുക്കണം, കേസ് കൊടുക്കാത്തത് എന്താ പിള്ളേച്ച, കേസ് കൊടു പിള്ളേച്ച, എന്നാൽ താൻ കേസ് കൊടു, ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. കേസ് കൊടുക്കാനിട്ടല്ല, കേസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും കേസുകൾ പെൻഡിങ് ഉണ്ട്, ഒരെണ്ണം സുപ്രീം കോടതിയിൽ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു കേസിൻ്റെ വിധി ജാനുവരി 15 വന്നു കേരള ഹൈക്കോടതിയിൽ നിന്ന്. ആ സംഭവം ഞാൻ അത് 2012 പോലീസിൽ കൊടുത്തൊരു കംപ്ലൈൻ്റാണ്. ഇന്നിപ്പോൾ 2025. അപ്പോൾ എത്രയായി? 14 വർഷം. 14 വർഷത്തിന് ശേഷം ഈ കേസിൽ ഒന്നും സംഭവിച്ചില്ല എന്നറിയിക്കാൻ എനിക്ക് അത്യധികം ഖേദമുണ്ട്. കേസുകൾ അങ്ങനെയാണ്. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു 1996 മുതൽ നമ്മളുടെ പരമേശ്വരജിയിൽ പി പരമേശ്വരൻ, അദ്ദേഹത്തെ കൊല്ലാനായിട്ട് പല രീതിയിൽ അബ്ദുൽ നാസർ മദനിയുടെ ഗാങ് ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നതിൻ്റെ ചില തെളിവുകൾ എൻ്റെ കയ്യിൽ കിട്ടി. ചില മൊഴികളാണ്. ഈ മൊഴികൾ പുറത്തു വന്നത് മാറാട് കേസ് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടായിരുന്നില്ല, ജസ്റ്റിസ് തോമസ് പി ജോസഫിൻ്റെ ജുഡീഷ്യൽ കമ്മീഷൻ. ആ കമ്മീഷന് മുമ്പാകെ കോഴിക്കോട്ട് അന്ന് ടൗൺ CIO അതോ DYSP ആയിരുന്ന AV ജോർജ്, പിന്നെ അദ്ദേഹം IPS ഒക്കെ കിട്ടി റിട്ടയറായി പോയി. ഈ AV ജോർജ് കൊടുത്ത മൊഴികളും അതിൻ്റെ കൂടെ വെച്ച രേഖകളിൽ നിന്നുമാണ് ഈ പഴയ ക്രൈം, പി പരമേശ്വരനെ കൊല്ലാൻ ശ്രമം നടന്നു എന്നുള്ള ക്രൈം വെളിപ്പെടുന്നത്. ഇപ്പം ഞാൻ മാറാട് കമ്മീഷൻ്റെ കടലാസുകൾ എല്ലാം ശേഖരിച്ചു. അതിനകത്ത് യാദൃശ്ചികമായിട്ട് ആണ് ഞാനിത് കാണുന്നത്. ഇത് വെച്ച് ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് മൈൻഡ് ചെയ്യില്ലല്ലോ. ഞാൻ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി. മജിസ്ട്രേറ്റ് കോടതിയിൽ അത് 1 വർഷം കടന്നു. 1 വർഷം കിടന്നിട്ട് എന്നോട് പ്രോപ്പർ കോർട്ടിൽ പോകാൻ പറഞ്ഞു. എന്താ ഈ പ്രോപ്പർ കോർട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ, ഓരോ കേസിന് ഓരോ മജിസ്ട്രേറ്റ് ഉണ്ട്. അത് നമ്മൾ രജിസ്ട്രിയിൽ ചോദിച്ച് ഒക്കെ വേണം അത് ഏത് മജിസ്ട്രേറ്റ് മുമ്പിൽ കൊണ്ടുപോകണം എന്ന് മനസ്സിലാക്കേണ്ട. എറണാകുളത്ത് പല മജിസ്ട്രേറ്റുമാരുണ്ടല്ലോ. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1, സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 2, 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എക്കണോമിക് ഒഫൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ മജിസ്ട്രേറ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ചോദിച്ചും അറിഞ്ഞുമൊക്കെ തന്നെയാണ് ഞാൻ ഫയൽ ചെയ്തത്. ഏതായാലും മജിസ്ട്രേറ്റ് 1 വർഷം വരെ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് മജിസ്ട്രേറ്റുമാർ മാറും. അവർ മാറുമ്പോൾ പുതിയ ആൾ വരും, അയാൾ മാറ്റി വയ്ക്കും. ഇങ്ങനെ ഒടുവിൽ പ്രോപ്പർ കോർട്ട് എക്കണോമിക് ഒഫൻസ് വിങ്ങിലാണ് എന്ന് മനസ്സിലായി. എൻ്റെ ഹർജി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു തന്നു. അവിടെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മജിസ്ട്രേറ്റ്, അദ്ദേഹത്തിൻ്റെ പേര് NV രാജു. NV രാജു ഇത് പോലീസിന്, എറണാകുളം നോർത്ത് പോലീസിന് റെഫർ ചെയ്തു. എന്നിട്ട് പറഞ്ഞു FIR ഇട്ട് അന്വേഷണം തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുൽ നാസർ മദനിക്കെതിരെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ ഒരാൾ, പിന്നെ ഒരു സാക്ഷിയായിട്ടൊരാൾ, ഇവരുടെയൊക്കെ മൊഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ വെച്ച് ഇവർ അന്വേഷണം തുടങ്ങി. അന്വേഷണം എങ്ങും എത്തിയില്ല. ഇപ്പോൾ 2015 കഴിഞ്ഞപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ ഹർജി മൂവ് ചെയ്തു. ഈ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല, ഇവരിതിട്ട് അന്വേഷിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ടിട്ട് ഈ അന്വേഷണം ഒന്നുകിൽ CBI അല്ലെങ്കിൽ NIA, ആരാണോ കോടതി തീരുമാനിക്കുന്നത് വെച്ചാൽ അവർക്ക് കൊടുക്കണം. ഇതായിരുന്നു ഹർജിയിലെ ആവശ്യം. ആ ഹർജിയും ഇങ്ങനെ എഴഞ്ഞഴഞ്ഞൊക്കെ പോയി പല ബെഞ്ചുകളിലൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ജസ്റ്റിസ് കെമാൽ പാഷയുടെ ബെഞ്ചിൽ വന്നു.
കെമാൽ പാഷ വളരെ സ്ട്രിക്റ്റായിട്ട് പോലീസിനോട് പറഞ്ഞു കൗണ്ടർ ഫയൽ ചെയ്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, കുറേ കാലമായല്ലോ. പോലീസ് കൗണ്ടർ ഫയൽ ചെയ്തു. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കേസാണ്, ഇത് CBIക്ക് ഒന്നും കൊടുത്താൽ ശരിയാവില്ല, ഇത് ഞങ്ങൾ തന്നെ അന്വേഷിക്കാൻ പോവാണ്. മാത്രമല്ല അതിനിടയ്ക്ക് ഇത് ക്രൈം ബ്രാഞ്ചിന് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അതൊക്കെ അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റിൽ ക്രൈം നമ്പർ 1196 ഓഫ് 2013 ഓഫ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ. എന്നിട്ട് ദിസ് വാസ് ട്രാൻസ്ഫർ ടു ദ ക്രൈം ബ്രാഞ്ച് എറണാകുളം. സ്റ്റേറ്റ് പോലീസ് ചീഫ് ഡേറ്റഡ് 18/1/2014. ദ ഇൻവെസ്റ്റിഗേഷൻ വാസ് ട്രാൻസ്ഫർ ടു ദ ക്രൈം ബ്രാഞ്ച്. 2014 ക്രൈം ബ്രാഞ്ചിനും കൊടുത്തിട്ടുണ്ട്. CBIക്കൊന്നും കൊടുക്കേണ്ട, വളരെ സീരിയസ് ആണ്, ഞങ്ങളിത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ശരി. അങ്ങനെ അപ്പോൾ കെമാൽ പാഷ സാറ് പറഞ്ഞു, മോഹൻദാസെ അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, 6 മാസത്തെ സമയം അവർ ചോദിച്ചിട്ടുണ്ട്, നമുക്കതങ്ങ് കൊടുക്കാം. 6 മാസത്തിനകം അവരൊന്നും ചെയ്യുന്നില്ലെങ്കിൽ യു ക്യാൻ അപ്രോച്ച് ദിസ് കോർട്ട് അഗെയിൻ എന്ന് പറഞ്ഞിട്ട് ഹർജി തീർപ്പാക്കി. 6 മാസത്തിന് ഞാൻ 1 വർഷം കാത്തിരുന്നു. വർഷം 2017 ആയപ്പോൾ ഞാൻ അടുത്ത റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. ആ റിട്ട് പെറ്റീഷനിൽ പോലീസ് മറുപടി തന്നു. പോലീസ് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ അവരോടൊക്കെ അന്വേഷിച്ചു, അവർ പറയുന്നത് അവർക്ക് ഇതിലൊന്നും യാതൊരു പങ്കുമില്ല എന്നാണ്. ഒരു പോലീസുകാരൻ്റെ മുമ്പിൽ മൊഴി കൊടുത്തു, ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 5000 രൂപ മദനി പോക്കറ്റിലിട്ട് കൊടുത്തു ഒരുത്തിന്. എന്നിട്ട് നീ പോയി തൽക്കാലം ചിലവിന് ഇതിരിക്കട്ടെ, ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് വാങ്ങുന്നു പറഞ്ഞു. പി പരമേശ്വരൻ കന്യാകുമാരിയിലായിരുന്നു. ഇയാൾ കന്യാകുമാരിയിൽ പോയി. അവിടെ പോയപ്പോൾ വലിയ ആൾക്കൂട്ടം, അവിടെ ഒരു കൊലപാതകം ചെയ്യാൻ ഒരു ഗ്യാപ്പില്ല. അതുകൊണ്ട് പി പരമേശ്വരൻ തിരിച്ച് തിരുവനന്തപുരത്ത് വരട്ടെ, എന്നിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വന്നു. പിന്നെ അയാൾ പോയോ ഇല്ലെന്ന് ആർക്കും അറിയില്ല. ഇതൊക്കെ അയാൾ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ അയാൾ തന്നെ പറഞ്ഞു, ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് കേരള പോലീസ് വിശ്വസിക്കുന്നു. എന്നിട്ട് ഹൈക്കോടതിയിൽ ഇതിൻ്റെ കൂടെ ഒരാൾ കൂടെ കൊല്ലപ്പെടാൻ ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ, ഫാദർ അലവി എന്ന് പറഞ്ഞിട്ട്. ഫാദർ അലവിയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം മുസ്ലിമായിരുന്നു അലവി. അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ട് മതം മാറിയിട്ട് പള്ളിയിലച്ഛനായി. അദ്ദേഹം ഒരിടത്ത് താമസിക്കുന്നു, നല്ലൊരു കോമ്പൗണ്ട് വാളും സംഗതിയൊക്കെ ഉണ്ട്. 1-2 തവണ എന്തൊക്കെയോ അലമ്പൊക്കെ ഉണ്ടായി മതം മാറിയ സമയത്ത്. പിന്നീട് ഒരു കുഴപ്പമുണ്ടായില്ല. പി പരമേശ്വരൻ എനിക്ക് അറിയാവുന്ന ആളാണെങ്കിലും ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ല. പക്ഷേ പത്രവാർത്തയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചു, എന്താ ഈ ഏർപ്പാട്? ഞാൻ പറഞ്ഞു, ഇന്ന മാതിരിയൊക്കെ കടലാസുകൾ എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, പരമേശ്വരജി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലേ, എന്നെ ആരെങ്കിലും കൊല്ലാൻ വരികയോ അങ്ങനെ യാതൊരു വിവരവും എനിക്കില്ല. ഞാൻ പറഞ്ഞു, വേണ്ട, കൊല്ലാൻ വരുന്ന ആൾ മുൻകൂട്ടി പരമേശ്വരിയെ വിളിച്ച് പറയുകയൊന്നുമില്ല. ഞാൻ നാളെ ഒരു ഉച്ചയാകുമ്പോൾ തന്നാൽ മതിയോ പരമേശ്വരി, കഴുത്ത് നീട്ടുവോ വെട്ടാനായിട്ട് എന്നാരും ചോദിക്കും. ഞാൻ പറഞ്ഞു, പരമേശ്വരി ഇതറിയില്ല, ഗൂഢാലോചനയാണ്, അത് യാദൃശ്യമായിട്ട് അറിഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത കേസാണ്, യൂണിയൻ ഡോണ്ട് ഡു എനിത്തിങ്. അപ്പോൾ ഞാനെന്ത് പറയും പോലീസ് ചോദിച്ചാൽ? പരമേശ്വരിയുള്ള സത്യം പറയും, എനിക്കൊന്നും അറിയില്ല. മോഹൻദാസിനെ എനിക്കറിയാം, കഴിഞ്ഞ 10-25 വർഷമായിട്ട് എനിക്കറിയാം. ബട്ട് ഈ സംഭവത്തെപ്പറ്റി എനിക്കൊന്നും അറിയില്ല, എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, എന്നെ ആരും കൊല്ലാൻ വന്നിട്ടില്ല. ഇത് തന്നെ പറയണം, കാരണം നമ്മൾ സത്യസന്ധമായിട്ട് നടന്ന കാര്യങ്ങൾ പറയണമല്ലോ. ഫാദർ അലവിയോട് ഞാൻ ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്നെ കൊല്ലാനൊന്നും ആരും വന്നില്ല മോഹൻദാസ്, മതം മാറിയ കാലത്ത് എന്തോ ഒരു ചില്ലറ കല്ലേറോ അങ്ങനെ എന്തോ ഉണ്ടായി എന്നുള്ളതല്ലാതെ വേറെ ഭീഷണിയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഈ തയ്യാറെടുപ്പ് നടന്ന സ്ഥിതിക്ക് അറ്റംപ്റ്റ് നടന്നു, അത് ഫെയിലായല്ലോ. അറ്റംപ്റ്റ് നടന്നു എന്നുള്ളത് ഇയാൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലീസ് പറഞ്ഞു, അത് മാറാട് കമ്മീഷൻ്റെ രേഖകളൊക്കെ ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലിരിക്കുകയാണ്, ഞങ്ങളത് നോക്കിയെടുക്കാം. പിന്നെയും കേസ് മാറ്റിവെച്ചു. 3-4 മാസം കഴിഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞു, ആ രേഖകൾ അവിടെ കാണുന്നില്ല, ഇറ്റ് ഈസ് മിസ്സിങ്, രേഖകൾ കാണുന്നില്ല. കോടതി അതും റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു, ഒന്നുകിൽ CBI കൊണ്ട് അന്വേഷിപ്പിക്കുക, അല്ലെങ്കിൽ NIA അന്വേഷിപ്പിക്കുക. മാറാട് കേസിലെ കടലാസ് അവരുടെ നിന്ന് പോയെങ്കിൽ സാരമില്ല, എൻ്റെ കയ്യിലുണ്ട് എല്ലാ കടലാസും, ഞാൻ തന്നോളാം. എന്തു ആയിക്കോട്ടെ, ജഡ്ജി വിധി പറയാനായിട്ട് മാറ്റിവെച്ചു. വിധി പറയാൻ മാറ്റിവെച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും ഒരു വിധിയാകില്ല. അപ്പോഴത്തേക്ക് ഞാനും തളർന്നു കഴിഞ്ഞു. എത്ര തവണയാണ് കോടതിയിലൊക്കെ പോവുക.
2012 തുടങ്ങിയ സംഭവം ഞാൻ 2017 നിൽക്കുകയാണ്. 2017 18 അതോ 19, ഐ ഡോണ്ട് റിമെമ്പർ കേട്ടോ വർഷം. ആ ജഡ്ജിയുടെ പേര് ഞാൻ മറന്നുപോയി. നമ്മളുടെ അഖില കേസ്, വൈക്കത്തെ അഖില ഹാദിയ കേസിൽ കോ ജഡ്ജിയായിട്ടിരുന്ന ഒരു ക്രിസ്ത്യൻ ജഡ്ജാണ് അദ്ദേഹം. എബ്രഹാം മാത്യൂസ് നെയ്ം. അപ്പോൾ അദ്ദേഹമാണ് ഇത് വിധി പറയാനായിട്ട് മാറ്റിവെച്ചത്. മാറ്റിവെച്ചിട്ട് 6 മാസമായിട്ടും വിധി പറഞ്ഞില്ല. ഈ ജഡ്ജി റിട്ടയറായിപ്പോയി. ജഡ്ജി റിട്ടയറായിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വകുപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം മുതൽ നമ്മൾ ആർഗ്യുമെൻ്റ് മുഴുവൻ പറയണം. മനസ്സിലായി? ജഡ്ജി റിട്ടയറായി, വിധി എഴുതിയിട്ടുമില്ല. ആ കഥയെ ഞാനപ്പോൾ വിചാരിച്ചു അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപക്ഷെ പേടിച്ച് പോയി കാണും. കാരണം അഖില ഹാദിയ കേസിൽ അദ്ദേഹമല്ല ജഡ്ജ്മെൻ്റ് എഴുതിയത്. ജഡ്ജ്മെൻറ്റ് ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ എഴുതിയെന്നാണ് എൻ്റെ ഓർമ്മ. സുരേന്ദ്രമോഹൻ്റെ കൂടെ ഇരുന്നത് ഇദ്ദേഹമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനും ആ പേടി, അവർ മറ്റേ ജലപീരയ്ക്ക് മുകളിൽ കയറി നിന്ന് പ്രസംഗിച്ചതൊക്കെ ഓർമ്മയില്ല. നിൻ്റെയൊക്കെ വീട്ടിൽ കയറി ഞങ്ങൾ തല്ലും എന്നൊക്കെ പറഞ്ഞു. ഒരുപക്ഷെ ഭയന്ന് പോയി ഇനിയിപ്പം മദനിക്കെതിരെ വല്ല അന്വേഷണവും കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പേരിൽ വില വേണ്ടെന്നോ അല്ല വിചാരിച്ചു. എന്ത് വാങ്ങിക്കോട്ടെ, അദ്ദേഹം ആ ജഡ്ജ്മെൻ്റ് എഴുതിയില്ല. ഐ ഹാവ് ടു സ്റ്റാർട്ട് എഗെയിൻ ഫ്രം സ്ക്വയർ നമ്പർ 1. അത് സ്റ്റാർട്ട് ചെയ്തു. അവിടെ കിടന്നു. ലിസ്റ്റ് ചെയ്യില്ല, ലിസ്റ്റിൽ വരില്ല. ലിസ്റ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല, ലിസ്റ്റിൽ വരില്ല. പലപ്പോഴും ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ 803, 867 എന്നൊക്കെ പറഞ്ഞ ലിസ്റ്റ്, അതൊന്നും എത്തില്ല. ഒരു ദിവസത്തെ കോടതിയുടെ പ്രൊസീഡിങ്ങിൽ 867ാമത്തെ കേസ് വരെയൊന്നും സാധാരണ ഇതിൽ വരില്ല. ഏതായാലും ഇത് പോയി ഇത്രയും വർഷമായല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇത് ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ വന്നു. അദ്ദേഹം ബെഞ്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ 1 2 3 തവണ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം ഈ ജഡ്ജ്മെൻ്റ് അങ്ങ് എഴുതി. ആ ജഡ്ജ്മെൻറ്റിൽ അദ്ദേഹം പറഞ്ഞു, പോലീസ് പറയുന്നു, സിൻസ് നോ എവിഡൻസ് വാസ് അൺഎർത്ത് ഡ്യൂറിങ് ദ ഇൻവെസ്റ്റിഗേഷൻ ടു പ്രൂവ് ദ അലിഗേഷൻസ്, എ ക്ലോഷർ റിപ്പോർട്ട് ഡേറ്റഡ് 22/1/2020 2020 ഒരു ക്ലോഷർ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിരുന്നു. അതിൽ ഫർദർ ആക്ഷൻ ഡ്രോപ്ഡ് എന്ന് എഴുതിയിരുന്നു. അതിൻ്റെ കോപ്പി എനിക്ക് തന്നിരുന്നു. ഇതാണ് ഇവർ പറയുന്നത്. അതിൻ്റെ ബേസിസിൽ അദ്ദേഹം ഈ ഹർജി തീർപ്പാക്കുകയാണ് ജസ്റ്റിസ് മുഹമ്മദ് നിയാസ്. അദ്ദേഹം പറയുന്നു, വിത്തൗട്ട് പ്രിജുഡിസ് ടു ദ റൈറ്റ് ഓഫ് ദ പെറ്റീഷണർ ടു അവെയിൽ സച്ച് റെമഡീസ് ആസ് ആർ അവൈലബിൾ അണ്ടർ ലോ, ഇഫ് സോ അഡ്വൈസ്ഡ് ദ റിട്ട് പെറ്റീഷൻ ഈസ് ക്ലോസ്ഡ്. അതായത് മോഹൻദാസിന് വേറെ ഏതെങ്കിലും വഴിക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അത് തടസ്സപ്പെടുത്താതെ ഈ പെറ്റീഷൻ ഹൈക്കോടതി ക്ലോസ് ചെയ്യും. അതിൻ്റെ അവകാശങ്ങളെല്ലാം അദ്ദേഹം, നിയമപരമായ എന്തെങ്കിലും അവകാശം നിങ്ങൾക്ക് ഇനിയുമുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിനൊന്നും ഒരു തടസ്സവുമില്ല, നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. ഈ പെറ്റീഷൻ ഹൈക്കോടതി ക്ലോസ് ചെയ്യുന്നു. ഇതാണ്. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ സത്യാവസ്ഥ പറയാം. ഞാനൊരിക്കൽ കോഴിക്കോട് നിന്ന് ട്രെയിനിൽ വരുന്നു. പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് എനിക്ക് വിളി വരുന്നു. ഞാൻ ആര് വിളിച്ചു കഴിഞ്ഞാലും ഫോൺ എടുക്കുന്നതാണ്. ഞാൻ ഫോൺ എടുത്തു. പോലീസിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്ന ഒരു 2 മണിയാകുമ്പോൾ എറണാകുളം സൗത്തിലെത്തും. എന്നാൽ ഞാൻ എറണാകുളം സൗത്തിൽ വരാം. പക്ഷേ എന്താവും ഇത്ര അത്യാവശ്യം? അല്ല, ഒരു കാര്യമുണ്ട്. ശരി. പറഞ്ഞ പോലെ തന്നെ ഒരു പോലീസുകാരൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. എന്നോട് പറഞ്ഞു, ഞങ്ങളതിനൊരു ക്ലോഷർ റിപ്പോർട്ട് കൊടുക്കാൻ പോവാണ് മദനി കേസിന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ ക്ലോഷർ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും? അത് ഹൈക്കോടതിയിൽ പെൻഡിങ് അല്ലേ കേസ്? ഹൈക്കോടതിയിൽ പെൻഡിങ് ഇരിക്കുന്ന കേസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ദ ഹോൾ തിങ് ഹൈക്കോടതിയിലെ പരിഗണനയിലല്ലേ. അപ്പോൾ പിന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിങ്ങൾ ക്ലോഷർ റിപ്പോർട്ട് കൊടുക്കുന്നത് എങ്ങനെ? അതൊന്നുമില്ല, ക്ലോഷർ റിപ്പോർട്ട് ഞങ്ങൾ കൊടുക്കാൻ പോവാണ്, അത് സാറിനെ അറിയിക്കാമെന്നതാണ്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്, ഇങ്ങനെ ഒന്നും ചെയ്യരുത്, അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്നൊക്കെ ഞാനും പറഞ്ഞു പിരിഞ്ഞു. എനിക്ക് കോപ്പിയൊന്നും തന്നില്ല കേട്ടോ. ഇറ്റ് ഈസ് ഓൾസോ സ്റ്റേറ്റഡ് ദ എബവ് റിപ്പോർട്ട് വാസ് സെർവ്ഡ് ഓൺ ദ പെറ്റീഷണർ. എനിക്ക് സെർവൊന്നും ചെയ്തില്ല. പറഞ്ഞു, വായ കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. ക്ലോഷർ റിപ്പോർട്ട് തന്നൊന്നുമില്ല. ശരി, അപ്പോൾ ഏതായാലും ഈ കാര്യം അവസാനിച്ചു. പരമേശ്വർജി എന്നോ മരിച്ചുപോയി.
ഫാദർ അല്ല ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അബ്ദുൽ നാസർ മദനി രോഗാതുരനാണെന്നറിയാം. എത്ര കണ്ട് സീരിയസ് ആണ് എന്താണെന്നുള്ള സ്റ്റാറ്റസ് എനിക്കറിയില്ല. മറ്റ് രണ്ട് ഈ കൊല്ലാൻ 5000 രൂപയും വാങ്ങിച്ച് പോയ അയാൾ ജീവനോടുണ്ട്. കാരണം അയാൾ ഏകദേശം കേരളത്തിലെ ഈ ഇസ്ലാമിക് റിലേറ്റഡ് കേസുകളിലെല്ലാം പ്രതിയായ ഒരു മനുഷ്യനാണത്. അപ്പോൾ അയാളിപ്പോൾ ജയിലിലാണോ പുറത്തിറങ്ങിയോ എന്താ വേറെ ഏതെങ്കിലും കേസിലാണോ ഒന്നും എനിക്കറിയില്ല. ഐ ലോസ്റ്റ് ഓൾ ദ ട്രേസ്. ദിസ് ഹാപ്പൻസ് കേട്ടോ. നിങ്ങളാലോചിച്ച് നോക്ക്, 2012 മുതൽ 2025 വരെ ഒരു കേസിൻ്റെ പിന്നാലെ പോകുമ്പോൾ കേസ് എന്തായിരുന്നു എന്ന് പോലും നമ്മൾ മറന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ഞാൻ ഈ കേസ് ഓർക്കാനൊരു കാര്യമുണ്ട്. അബ്ദുൽ നാസർ മദനി ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന സ്ഫോടനത്തിൻ്റെ കേസിൽ വീണ്ടും അകത്തായി. കോയമ്പത്തൂരിൽ നിന്ന് പുറത്തിറങ്ങി ബാംഗ്ലൂർ സ്ഫോടനത്തിൽ വീണ്ടും അകത്തായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജാമ്യത്തിന് മൂവ് ചെയ്തു. കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചു, ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. സുപ്രീം കോടതിയിൽ ഇദ്ദേഹം ജാമ്യാപേക്ഷ കൊടുത്തു. സുപ്രീം കോടതിയിൽ ഞാനും ഒരു ഇൻ്റർവീനിങ് ആപ്ലിക്കേഷൻ കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേരളത്തിൽ ഒരു FIR പുതിയതായിട്ട് നിലവിലുണ്ടെന്നും അതുകൊണ്ട് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കരുത് എന്നും. അത് ഒരു കോടതിയും അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കൊടുത്തതാണ്. കോടതി അത് വലിച്ചെറിയും. കാരണം ഒരാൾക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമ്പോൾ പ്രോസിക്യൂഷനെ കേൾക്കാം, അയാളെ കേൾക്കാം, തേർഡ് പാർട്ടിക്ക് ഇതിനകത്ത് യാതൊരു കാര്യമില്ല. ആരുടെ ജാമ്യത്തിന് വേണ്ടിയിട്ട് ആര് ശ്രമിക്കുകയാണെങ്കിലും മൂന്നാമതൊരാൾക്ക് അയാൾക്ക് ഈ കേസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാം, എല്ലാം അറിയാം, അയാൾ വലിയ വിദഗ്ധനാണ്, ഇതാണ് തേങ്ങാക്കുലയാണ്, ഒക്കെ ശരി. ബട്ട് തേർഡ് പാർട്ടിയുടെ ഒരക്ഷരം ജഡ്ജിമാർ ആലോചിച്ചില്ല. നിയമം അത് ആലോചിച്ച് ചെയ്യുന്നില്ല. അങ്ങനെ എഴുതിയൊന്നും വെച്ചിട്ടില്ല. ബട്ട് ജനറലി ദേ വിൽ നോട്ട് എൻ്റർടൈൻ. അപ്പോൾ എൻ്റെ ഹർജിയും വലിച്ചെറിയപ്പെടും എനിക്ക് ഉറപ്പാണ്. എന്നിട്ടും ഞാൻ ആ ഹർജി കൊടുത്തു. എന്തുകൊണ്ട്? പ്രതീക്ഷിച്ച പോലെ തന്നെ സുപ്രീം കോടതി പൊട്ടിത്തെറിച്ചു. വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്, ഹൗ ഡെയർ യു ഇൻ്റർഫിയർ ഇൻ സച്ച് മാറ്റേഴ്സ്, യു ആർ എ തേർഡ് പാർട്ടി, യു കനോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്തയൊക്കെ പറഞ്ഞ് എൻ്റെ വക്കീലിനെ പറഞ്ഞു വിട്ടു. ഇവിടെ വലിയ ഹെഡ്ലൈൻസ്. അപ്പം ഈ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കേസ് തോറ്റ് കഴിയുമ്പോൾ ഞാൻ സംഘപരിവാർ നേതാവാകും. സംഘപരിവാർ നേതാവിൻ്റെ കേസ് തള്ളി എന്ന് പറഞ്ഞു വരും. ഞാൻ കേസ് ജയിക്കുന്ന അപൂർവം ചില അവസരങ്ങളുണ്ട്. അപ്പോൾ കൊച്ചി കൂവപ്പാടം സ്വദേശി TG മോഹൻദാസിൻ്റെ ഹർജിയിലാണ് കോടതിയിലെ പരാമർശം. ചെറിയൊരു കോളമായിരിക്കും. അപ്പോൾ തീരുമാനിച്ചത് ഇത് മോഹൻദാസ് ജയിച്ച കേസാണ്. മറ്റേ തോറ്റ കേസ് ഫ്രണ്ട് പേജിൽ വരും. ഇതിൽ നമ്മുടെ ഇപ്പോൾ വെബിലൊക്കെ വരുമല്ലോ, ഇവർക്കെല്ലാം വെബ് എഡിഷൻ ഉണ്ട്, മനോരമ, മാതൃഭൂമിക്ക്. അതിൽ വലിയ കാര്യമായിട്ട് ഇപ്പോൾ സംഘപരിവാറിൻ്റെ സൈദ്ധാന്തികൻ എന്നൊക്കെ പറഞ്ഞു. ഇതെന്ത് ഇങ്ങനെ ഒരു സാധനം സംഘപരിവാറിനില്ല, സൈദ്ധാന്തികൻ. എന്ത് വായിക്കോട്ടെ, ഞാനെന്നാലും വലിയ സൈദ്ധാന്തികനാണ്. തോറ്റാൽ ജയിച്ചാൽ പോയി, ജയിച്ചാൽ മിക്കവാറും ആ വാർത്ത വരില്ല. അല്ലെങ്കിൽ കൊച്ചി കൂവപ്പാടം സ്വദേശി മോഹൻദാസ് എന്ന് വരും. ഇതാണ്. അപ്പം ഇത് കൊടുത്തു, അങ്ങനെ തള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തയും വന്നു. സംഘപരിവാർ സൈദ്ധാന്തികൻ തോറ്റ് മടങ്ങി, ഹർജി മടക്കി മുഖത്തേക്ക് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എന്തുവായിക്കോട്ടെ, സുപ്രീം കോടതി മദനിക്ക് ജാമ്യം കൊടുത്തപ്പോൾ ബാംഗ്ലൂർ വിട്ട് പോകരുത് എന്നൊരു കണ്ടീഷൻ വെച്ചു. ഒരാൾക്ക് ജാമ്യം കൊടുക്കുന്ന അയാളുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ? ആണ്. പക്ഷേ കോടതി പറഞ്ഞു ജാമ്യം തരാം, ബാംഗ്ലൂർ വിട്ട് പോകരുത്. ഇതാണ് എൻ്റെ ഇൻ്റർവെനിങ് പെറ്റീഷൻ്റെ എഫക്റ്റ്. ചില കേസുകൾ നമ്മൾ തോറ്റാലും ഫലത്തിൽ നമ്മൾ ജയിക്കും. വാസ്തവത്തിൽ ഹർജി ഇതുപോലെ ദേഷ്യപ്പെട്ട് ഹർജി തിരിച്ചു തരികയായിരുന്നു കോടതി ചെയ്ത്. വലിച്ചെറിയില്ല, സാധാരണ അവർ വലിച്ചൊന്നും അറിയാറില്ല, തിരിച്ചെടുത്തോണ്ട് പോടും പറയാം. അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു. ബട്ട് ഈ ഹർജി അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അത് നോക്കുമ്പോൾ P. പരമേശ്വരനെ കൊല്ലാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു എന്നുള്ളതാണ് FIRൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ ഈ മദനിയെ ഞാൻ ജാമ്യം കൊടുക്കുന്നു, അയാൾ കേരളത്തിലെ അയാളുടെ വീട്ടിൽ പോകുന്നു. ഗതികേടിന് എന്തെങ്കിലും കാരണവശാൽ P. പരമേശ്വരൻ മരിച്ചു പോകുന്നു. അതിന് മദനി ആയിരിക്കില്ല ഉത്തരവാദി, വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ എല്ലാവരും പറയുന്നു സുപ്രീം കോടതി കാണിച്ച അബദ്ധമാണ്,
കുറഞ്ഞ പക്ഷേ അയാളെ കേരളത്തിൽ വിടാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കണമായിരുന്നു, ഈ കേസ് കേരളത്തിൽ നിലവിലുള്ളതല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഒരു പ്രിക്കോഷൻ എന്നുള്ളത് എനിക്ക് സുപ്രീം കോടതി എന്ത് ചെയ്യും, കേരളത്തിൽ പോകണ്ട, കർണാടകത്തിൽ ബാംഗ്ലൂർ കറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ജാമ്യം കൊടുത്തു. അപ്പോൾ ഐ ബ്ലോക്ക്ഡ് ഹിസ് എൻട്രി ടു കേരള. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മദനി കേരളത്തിൽ, കാരണം പിന്നെ കേരളത്തിൽ പോകണമെന്ന് പറയുമ്പോൾ അവർ പറയും ഓക്കെ മജിസ്ട്രേറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കേരളത്തിലേക്ക് പൊക്കോളും. മജിസ്ട്രേറ്റ് ശരി എന്താ കേരളത്തിൽ പോകാൻ കാര്യം, അതിങ്ങനെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല അല്ലെങ്കിൽ അച്ഛനും സുഖമില്ല എന്ന്. എത്ര ദിവസത്തേക്കാണ്, അല്ല അത് ഉറപ്പില്ല, അത് ഉറപ്പിക്കുക ആദ്യം 5 ദിവസം. ശരി 5 ദിവസത്തേക്ക് കേരളത്തിൽ പോകാൻ, പത്രക്കാരോട് മിണ്ടരുത്, തീത്തെന്ന് പറഞ്ഞ് കണ്ടീഷനൊക്കെ ഇട്ടിട്ട്, മാത്രമല്ല കേരളത്തിൽ വരാനും പോകാനുമുള്ള ചിലവും കൂടെയുള്ള പോലീസുകാർക്കുള്ള ചിലവും ഒക്കെ അതിനെ അവിടെ കെട്ടിവയ്ക്കണം. കെട്ടിവയ്ക്കാനുള്ളതൊക്കെ കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടും അതിന് സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി എന്തോ ചില്ലറ ഇത്രയൊക്കെ കാശ് മേടിക്കാതെ ഒന്ന് കുറയ്ക്കുന്നു എന്നിട്ട് അത് വിട്ടു. ഇതെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലും അതിനിക്ക് ബാംഗ്ലൂർ വിടാൻ പറ്റിയില്ല. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ യു ഹാവ് സീൻ എ ഡിഫറെൻറ്റ് മദനി. വലിയ ഉശിരൻ പ്രഭാഷണങ്ങളില്ല, ഇതില്ല, പബ്ലിക് കോണ്ടാക്റ്റ് ഇല്ല, സുഖമില്ലാതെ അതാണെന്നും പറയുന്നു. ഒരു പക്ഷേ മനുഷ്യന് വയസ്സായി വരികയല്ലേ, കാലം ഇങ്ങനെ മുന്നോട്ട് പോകും. നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ മജിസ്ട്രേറ്റ് കോടതിയോ ഒന്നിനെയും വകവയ്ക്കാതെ കാലം മുന്നോട്ട് പോവുകയാണ്. ഞാനും വൃദ്ധനായി, ഈ പറഞ്ഞ ആൾക്കാർ മരിച്ചു, ബാക്കിയുള്ളവർ എവിടെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കേസിൽ വിധി വന്നു. ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്. കേസ് കൊടുക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ കഥ പറയുന്നത്, അവർക്ക് ഒരു അറിവുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ജീവിതത്തിൽ കൊടുത്ത കേസുകളിൽ ഏറ്റവും അധികം ഞാൻ തോറ്റിട്ടേ ഉള്ളൂ. ജയിച്ച കേസുകൾ അപൂർവമാണ്. കോടതിയിൽ കേസ്, പ്രത്യേകിച്ച് ഹിന്ദു താല്പര്യം, രാഷ്ട്ര താല്പര്യം, ഇതിനൊക്കെയുള്ള കേസുകൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഡിലേ ആവുകയോ എന്തൊക്കെയൊക്കെ സംഭവിക്കുകയോ ചെയ്യാം. അത് നമ്മുടെ കുറ്റമാകാം, അല്ലെങ്കിൽ ഈ പ്രൊസീഡിങ്സിൻ്റെ കുറ്റമാകാം, എന്തുമായിക്കോട്ടെ, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ദിസ് ഈസ് ഹൗ ദ ഗ്രൂവലിംഗ് ഡിലേ ഇൻ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം. ആരുടെയും കുറ്റമല്ലാതെ സിസ്റ്റത്തിൻ്റെ തകരാറ് കൊണ്ട് ഇതിങ്ങനെ ലേറ്റായി പോയിട്ട് പിന്നെ ഈ കേസ് കൊണ്ട് പ്രയോജനമില്ല എന്നൊരു സ്ഥിതി വരിക. ഇങ്ങനത്തെ സ്ഥിതിയിലൂടെയൊക്കെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരും ഇഫ് യു എൻകൗണ്ടർ വിത്ത് ജുഡീഷ്യൽ പ്രോസസ്സ്. ആ പ്രോസസ്സിൽ ഞെരിഞ്ഞമരാനുള്ള സ്റ്റാമിന നിങ്ങൾക്കുണ്ടോ എന്ന് ആദ്യം പരിശോധിച്ചിട്ട് പിന്നെ കേസിനിറങ്ങുക. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ വിവരം പറഞ്ഞത്. സാധാരണഗതിയിൽ എൻ്റെ കേസ് ഞാൻ ജയിച്ചാലും തോറ്റാലും ഒന്നും പരസ്യപ്പെടുത്താറോ പറയാറോ ഒന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞത്, ഞാൻ തോറ്റ ഒരു കേസ്, ഞാൻ ജയിച്ചു എന്ന് പറയുമ്പോഴാണ് ഒരു പൊങ്ങച്ചമാകുന്നത്. ഞാൻ തോറ്റ ഒരു കേസ് എങ്ങനെ തോറ്റു, എവിടെ പോയി, ഇപ്പോഴും ഞാൻ തോറ്റിട്ടൊന്നുമില്ല. കാരണം ഹൈക്കോടതി എന്നോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നിയമമനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും പ്രൊസീഡ് ചെയ്യാം, അതിന് ഈ ജഡ്ജ്മെൻറ്റ് തടസ്സമല്ല എന്നാണ്. എനിക്കറിയാം പ്രൊസീഡ് ചെയ്യാൻ എങ്ങനെയാണെന്നറിയാമോ. ഈ ലോവർ കോർട്ടിൽ പോയിട്ട് ഇതിനെ ചലഞ്ച് ചെയ്യുക, ക്ലോഷർ റിപ്പോർട്ട് ചലഞ്ച് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ വാദം നടത്തിയിട്ട് ക്ലോസ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് ഹൈക്കോടതി പെൻഡിങ്ങിലിരുന്നപ്പോൾ ക്ലോസ് ചെയ്ത് തെറ്റാണ്, അതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യണം, ഇൻവെസ്റ്റിഗേഷൻ ഓപ്പൺ ചെയ്യണം എന്ന് വാദിക്കുക. ഇൻവെസ്റ്റിഗേഷൻ്റെ മെറിറ്റിലേക്ക് അപ്പോൾ പോകണ്ട. ഇൻവെസ്റ്റിഗേഷൻ വേണോ വേണ്ടെന്ന് മാത്രം. ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് കീഴ്ക്കോടതിയിൽ നിന്ന് വിധി സമ്പാദിക്കുക. അത് കിട്ടിയില്ലെങ്കിൽ അതിന്മേൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോവുക. ഹൈക്കോടതി ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറയും, തിരിച്ച് കീഴ്ക്കോടതിയിൽ വന്നിട്ട് പോലീസിന് ഇൻസ്ട്രക്ഷൻ കൊടുപ്പിക്കുക. പോലീസ് അന്വേഷിച്ചിട്ട് ഇതിൽ യാതൊരു തെളിവില്ല, ഞങ്ങളിത് മുമ്പ് അന്വേഷിച്ചതാണെന്നൊക്കെ പറയും. നേരെ ഹൈക്കോടതിയിൽ വരിക. ഞാൻ പലതവണ ഹൈക്കോടതിയോട് അപേക്ഷിച്ചതാണ് ഇത് CBIക്ക് വിടണം, CBIക്ക് ഹൈക്കോടതി വിട്ടില്ല. ഇപ്പോൾ നോക്ക്, ഐ ഹാവ് ഡൺ എവറിത്തിങ് ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് പ്രൊസീഡിങ്. ഇപ്പോൾ ഹൈക്കോടതി ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, CBIക്കോ അല്ലെങ്കിൽ NIAക്കോ വിട്ടിട്ട് എന്ത് ചെയ്യാനാണ്? ഓൾറെഡി ആൾക്കാർ മരിച്ചുപോയില്ലേ? ഇതൊക്കെയാണ് ഈ വരുന്ന ധർമ്മസങ്കടങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാം. എൻ്റെ എല്ലാ ആശംസകളും. താങ്ക് യു.